നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്ന മാസമാണ്, എല്ലാവർക്കും അറിയാം. ജൂൺ മാസത്തിലാണ് എല്ലാ വർഷവും. അതും ഈ പെരുമഴക്കാലത്ത് തന്നെയാണ് വൈശാഖ മഹോത്സവം നടക്കാറ്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാ വർഷവും ഈ ഒരു മാസം മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ തുറക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഈ ഒരു മാസത്തിൽ ഇങ്ങോട്ടുള്ള തിരക്ക് സ്വാഭാവികമാണ്. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ വന്ന് തൊഴാൻ വേണ്ടി കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യവും ഒട്ടും പുറകിലേക്കല്ല, മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുകൾക്ക് ശേഷമാണ് പല ഭക്തജനങ്ങളും ഈ മഹാസന്നിധിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യാത്രകൾ വളരെ ശ്രദ്ധിക്കുക. പെരുമഴക്കാലമാണ്, അവിടെയും നിറച്ച് വെള്ളമാണ്. യാത്രകൾ എല്ലാ ഭക്തജനങ്ങളും വളരെ ശ്രദ്ധിച്ചു മാത്രം യാത്ര ചെയ്യുക. തിരുവനന്തപുരം, എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ, തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ഏറ്റവും സൗകര്യം. അതുപോലെ തന്നെ ട്രെയിൻ യാത്രയായിരിക്കും ഏറ്റവും സൗകര്യം എന്നുകൂടി ഓർമ്മിക്കുക. ബസ് യാത്ര ദേശീയപാതയുടെ പണികൾ നടക്കുന്നതിനാൽ തീർച്ചയായിട്ടും ബസ് യാത്ര ഒരു കുരുക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. ട്രെയിനിന് വന്നിട്ട് പാലക്കാട്, കോയമ്പത്തൂർ ഭാഗത്തു നിന്നുള്ളവരൊക്കെ ട്രെയിനിന് വന്ന് തലശ്ശേരിയിൽ ഇറങ്ങുകയും തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പ് വഴി ഇഷ്ടംപോലെ കൊട്ടിയൂർ സ്പെഷ്യൽ ബസ്സുകളുണ്ട്, അല്ലാതെയും ബസ് സൗകര്യങ്ങളുണ്ട്. കൂത്തുപറമ്പ് ഇറങ്ങിയിട്ട് മാറിക്കയറിയിട്ടൊക്കെ പോകാം. തീർച്ചയായിട്ടും ആ വഴി ബസ് യാത്ര വഴി ബസ്സിലൂടെ തന്നെയുള്ള സർവീസാണ് ഏറ്റവും നല്ലത്. ക്ഷേത്രത്തിലേക്ക് എത്താൻ നേരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അവിടെ പോയി ഇറങ്ങി ദർശനം നടത്തി മടങ്ങാം. ജൂലൈ 4-നാണ് വൈശാഖ മഹോത്സവം സമാപിക്കുക. എല്ലാവരുടെയും അറിവിലേക്ക് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. താങ്ക്